എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിലെ രോഗബാധയ്ക്ക് കാരണക്കാർ ഫ്ളാറ്റ് അസോസിയേഷൻ എന്ന താമസക്കാർ. കുടിവെള്ളത്തിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടെന്ന റിപ്പോർട്ട് അസോസിയേഷൻ ഭാരവാഹികൾ മറച്ചുവെച്ചതായി രോഗം ബാധിച്ച 2 വയസ്സുകാരന്റെ കുടുംബം റിപ്പോർട്ടറിനോട് പറഞ്ഞു. വിഷയത്തിൽ ആരോഗ്യവകുപ്പിനും ജില്ലാ കളക്ടർക്കും DMO ഉടൻ റിപ്പോർട്ട് നൽകും. മെയ് 29-നാണ് ഫ്ളാറ്റിലെ കുടിവെള്ളത്തിൽ ഈക്കോളി ബാക്ടീരിയ കലർന്നിട്ടുണ്ടെന്ന റിപ്പോർട്ട് പുറത്തു വന്നത്. എന്നാൽ ഫ്ളാറ്റ് അസോസിയേഷൻ ഇത് മറച്ചുവെച്ചുവെന്നാണ് ആരോപണം. മുന്നറിയിപ്പ് നൽകുകയും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ സ്ഥിതി വഷളാകില്ലായിരുന്നുവെന്ന് രോഗം ബാധിച്ച 2 വയസ്സുകാരന്റെ കുടുംബം റിപ്പോർട്ടറിനോട്. എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് ഇവർ തടഞ്ഞു വെച്ചു അല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നില്ല എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം 3000-ന് മേളിൽ ആൾക്കാർ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിൽ ഇത്രയും ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ കണ്ടുപിടിച്ചിട്ട് അവർ ആ റിപ്പോർട്ട് മറച്ചു വെച്ചത് തീരെ നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടർ അല്ല. ഫ്ളാറ്റിലെ കുടിവെള്ള ശുചീകരണത്തിലെ അപര്യാപ്തതയാണ് അണുബാധയ്ക്ക് കാരണമായതെന്നും ആരോപണം. നമ്മുടെ പ്രൈമറി വെള്ളത്തിന്റെ സോഴ്സ് ബോർവെല്ലുണ്ട്, കിണറുണ്ട്, പിന്നെ KWയുടെ വെള്ളമുണ്ട്. ഇതിന്റെ ഒരു മിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ബോർവെല്ലിൽ TDS വളരെ അധികമായതുകൊണ്ട് നമ്മൾ ടാങ്കർ വാട്ടറിനെ ഇപ്പോൾ റിലൈ ചെയ്യുന്നുണ്ട്. RO പ്ലാന്റ് വന്നിരുന്നെങ്കിൽ ഇതിന്റെ ഇന്റൻസിറ്റി കുറച്ചുകൂടെ കുറഞ്ഞേനെ. ഇത്രയും മാസീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടാവില്ലായിരുന്നു. അണുബാധയേറ്റ 400ഓളം ആളുകളാണ് ചികിത്സ തേടിയത്. ചികിത്സയിൽ കഴിയുന്നവരിൽ ചിലരുടെ നില ഗുരുതരമായി തുടരുന്നു. സംഭവത്തിൽ ആരോഗ്യവകുപ്പിനും ജില്ലാ കളക്ടർക്കും DMO ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ രോഗബാധിതരുടെ വിവരം ശേഖരിക്കുകയാണ്. DMOയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ ആരോഗ്യവകുപ്പ് അടിയന്തര നടപടികളിലേക്ക് കടക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.